ഇന്ത്യയിൽ നേടിയ അവിശ്വസനീയമായ വിജയം. അതിനുശേഷം ഇതാ കേരളത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കേരളത്തിൽ ഒരു കനൽ മാത്രമായി LDF ഒതുങ്ങുകയും കേരളത്തിൽ താമര വിരിയുകയും ചെയ്തിരിക്കുന്നു. 18 സീറ്റുകൾ UDFിനോടൊപ്പം നിൽക്കുമ്പോൾ ഒരിടത്ത് NDAയും ഒരിടത്ത് LDFും. ആലപ്പുഴയിൽ കനലെരിഞ്ഞു, ആലത്തൂരിൽ കനൽ തെളിഞ്ഞു. എന്നാൽ താമര വിരിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ. അത് വ്യക്തിപ്രഭാവമെന്ന് സുരേഷ് ഗോപി പറയുമ്പോഴും കേരളത്തിലെ BJPക്ക് ആഹ്ലാദിക്കാനും ആത്മവിശ്വാസം നൽകാനും രണ്ട് കണക്കുകൾ കൂടി മുന്നിലുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 3,42,078 വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖർ പിടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആറ്റിങ്ങലിൽ V മുരളീധരൻ 3,07,133 വോട്ടുകൾ, V ജോയിയേക്കാൾ 14,000 വോട്ടുകൾ മാത്രം താഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കനത്ത ത്രികോണ മത്സരം യഥാർത്ഥത്തിൽ 3 മണ്ഡലങ്ങളിലും സംഭവിച്ചു എന്നത് വസ്തുതയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ നേട്ടവും നമുക്ക് വില കുറച്ച് കാണാൻ കഴിയുന്ന 3 ലക്ഷത്തിനടുത്ത വോട്ടുകളാണ്. 2,99,648. CPM സ്ഥാനാർത്ഥി ആരിഫിനേക്കാൾ ഏകദേശം 42,000 വോട്ടുകൾക്ക് പിന്നിൽ മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ഒരിടത്ത് താമര വിരിയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ നമ്മളുടെ എല്ലാ തലക്കെട്ടുകളും ഇതുതന്നെയായിരിക്കും. കേരളത്തിൽ താമര വിരിഞ്ഞു. അതുതന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും. എന്തുകൊണ്ട് താമര വിരിഞ്ഞു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കെ മുരളീധരൻ്റെ വ്യാഖ്യാനം നമ്മൾ കണ്ടു കഴിഞ്ഞു. നോക്കൂ, ഉണ്ണി ബാലകൃഷ്ണൻ, താമര വിരിഞ്ഞു കേരളത്തിൽ എന്നതാണ് നാളത്തെ മിക്ക പത്രങ്ങളുടെയും തലക്കെട്ടാകാൻ സാധ്യതയുള്ളത്. രാഹുൽ ഗാന്ധിക്കൊപ്പം അത് ചരിത്രത്തിൽ BJPക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ഇതിനു മുമ്പ് NDA താമര വിരിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് BJPയുടെ അക്കൗണ്ടിലായിരുന്നില്ല. അത് PC തോമസിൻ്റെ അക്കൗണ്ടിലാണ്. പക്ഷേ BJP ഒറ്റയ്ക്ക്, അതും സുരേഷ് ഗോപിയെ മുൻനിർത്തി, അതും കോൺഗ്രസ് വിജയിച്ചു വന്ന മണ്ഡലത്തിൽ അട്ടിമറി നടത്തിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അവിടെ പരാജയപ്പെടുത്തിയത് ചെറുകക്ഷികളെയല്ല. ഒന്ന് സുനിൽകുമാർ, മറ്റൊന്ന് കെ മുരളീധരൻ. എന്തായിരിക്കും തൃശ്ശൂരിൽ ഗുണകരമായി തീർന്നത്? ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മാത്രമാണ്. നിശ്ചയമായും. കാരണം വെച്ചാൽ നമുക്കറിയുന്നത് പോലെ 25% ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. 58% മാത്രമാണ് തൃശ്ശൂരിൽ ഹിന്ദുക്കളുള്ളത്. ആ ഹിന്ദു വോട്ടെന്ന് പറയുന്നത് 3ആയി പിരിഞ്ഞു പോകുന്ന വോട്ടാണ്. അത് കോൺഗ്രസിലേക്ക് പോകും, അത് ലെഫ്റ്റിലേക്ക് പോകും, അത് BJPയിലേക്കും പോകും. പിന്നെ BJP സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരണമെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നോ വോട്ട് കിട്ടണം. അത് കിട്ടിയേ കഴിയൂ. അങ്ങനെ വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കാരണവശാലും ഒരു വോട്ട് പോലും എന്തു വ്യക്തിപ്രഭാവമുണ്ട് എന്ന് പറഞ്ഞാലും സുരേഷ് ഗോപിക്ക് കിട്ടുന്ന പ്രശ്നമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നലെ ശ്രീ ആന്റോ അഗസ്റ്റിൻ വളരെ കൃത്യമായി വിലയിരുത്തിയിരുന്നു. ആ വിലയിരുത്തൽ സമ്പൂർണ്ണമായും ശരിയായിരിക്കുന്നു എന്നാണ് എൻ്റെയും ഉത്തമ ബോധ്യം. കാരണം 25% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരിക്കുന്നു, BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. ഞാനതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്, ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയമുണ്ടായിട്ടും എന്തുകൊണ്ട് ക്രിസ്ത്യൻ സഭകൾ സുരേഷ് ഗോപിക്ക് ഒരു എന്താ പറയുക പരോക്ഷമായ രഹസ്യമായ പിന്തുണ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ പരിശുദ്ധ ഭൂമിയാണ്, ജീസസിൻ്റെ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക വിഷയമാണ്. ഇസ്രായേലിനോടൊപ്പമാണ് തങ്ങളെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. ഇസ്രായേൽ പക്ഷത്ത് നിന്നുകൊണ്ട് ആദ്യം ഒരു പക്ഷേ സംസാരിച്ച പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരുപക്ഷെ നരേന്ദ്രമോദി ആയിരിക്കും. അതിനു മുമ്പുള്ള ഒരു പ്രധാനമന്ത്രിമാർ പോലും പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻ അനുകൂലമായ നിലപാടാണ് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ എടുത്തിട്ടുള്ളത് എങ്കിൽ നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ വിദേശ നയത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്രായേലിനൊപ്പമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വരാം. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിലും ക്രിസ്ത്യൻ സമുദായം തന്നെയാണല്ലോ പ്രധാനം, കോട്ടയത്ത് ക്രിസ്ത്യൻ സമുദായം തന്നെയാണല്ലോ പ്രധാനം. ഇവിടെ പക്ഷേ തൃശ്ശൂരിൽ നിശ്ചയമായും ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൂടി ചേരുമ്പോൾ, ഹിന്ദു വോട്ട് ബാങ്കുമായി ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൂടി ചേരുമ്പോൾ BJPക്ക് വിജയസാധ്യതയുണ്ട്. അതാണ് അവിടുത്തെ കോമ്പിനേഷൻ വർക്ക് ചെയ്യാനുള്ള കാരണം. അതല്ലാതെ ഇപ്പം അനിൽ ആൻ്റണിക്ക് കിട്ടുന്ന ക്രിസ്ത്യൻ വോട്ടിനോടൊപ്പം ഹിന്ദു വോട്ട് കൂടി ചേരുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയില്ല. അപ്പോൾ കൃത്യമായ കോൺസ്റ്റിറ്റ്യുവൻസി തൃശ്ശൂരായിരുന്നു. ആ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യൻ സഭകൾ ഈ പറയുന്ന ഇസ്രായേൽ നിലപാടിന് ഒരു നന്ദി പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് കേരളത്തിലെ ഒരു ട്രെൻഡാകുമോ എന്നൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. പക്ഷേ
ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ നേട്ടം, BJPയുടെ നേട്ടം അതൊരു ചെറിയ നേട്ടമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം അട്ടിമറിക്കുന്ന, ഞാൻ ഒരിക്കൽ പോലും കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPയോ NDAയോ വിജയിച്ചു വരുമെന്ന് കരുതിയിട്ടില്ല. എന്ന് മാത്രമല്ല, തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ താമര വിരിയില്ല എന്നാണ്. അത് തെറ്റി എന്നേറ്റ് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു ദുഃഖവുമില്ല. ചില കാര്യങ്ങളിൽ തെറ്റുപറ്റും. പക്ഷേ ഇങ്ങനെ ഒരു അടിയൊഴുക്ക്, അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു ഭിന്നതയുണ്ടാവുകയും അതിലൊരു certain percentage ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല.